ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രം, കൊണാർക്ക് ടെമ്പിൾ, ഭുവനേശ്വർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, എങ്കിലും യാത്രയിൽ വളരെ ബുദ്ധിമുട്ടൊന്നും മഴ ഉണ്ടാക്കിയില്ല. വൈകിട്ട് 5:55 ട്രെയിനിലാണ് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് യാത്ര ആരംഭിച്ചത്. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എത്തി. വൈകിട്ട് 5:55 ഷാലിമാർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ കൊല്ലത്ത് നിന്നും ഭുവനേശ്വറിലേക്ക് യാത്ര ആരംഭിച്ചത്. സെക്കൻഡ് AC കമ്പാർട്ട്മെൻറ്റിലായിരുന്നു യാത്ര. വളരെ നല്ല രീതിയിൽ യാത്ര ചെയ്ത് ഞങ്ങൾ മൂന്നാമത്തെ ദിവസം അതിരാവിലെ 3 മണിയോടുകൂടി ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇനി പുരിയിലേക്കാണ് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു ട്രാവലർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് അവിടെ കാവടി ഘോഷയാത്രയ്ക്കായിട്ട് പോകുന്നതിനുള്ള ഭക്തജനങ്ങളാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ ട്രാവലർ എത്തി. ഞങ്ങളെല്ലാവരും അതിനുള്ളിലേക്ക് കയറി. ഇനി ഇവിടെ നിന്നും ഏകദേശം 35-40 കിലോമീറ്റർ ദൂരമുണ്ട് ഭുവനേശ്വറിൽ നിന്ന് പുരിയിലേക്ക് എത്താൻ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് യാത്ര ആരംഭിച്ചത്. നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ധാരാളം ആൾക്കാർ ഇതുപോലെ കാവടി ഘോഷയാത്രയായിട്ട് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ശിവന് ധാര നടത്തുന്നതിനുള്ള ജലവുമായിട്ടാണ് കാവടി ഘോഷയാത്ര നടത്തുന്ന ഭക്തജനങ്ങൾ പോകുന്നത്. അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഞങ്ങൾ ചെന്നെത്തിയ ദിവസം. അന്ന് ഒരുപാട് ആൾക്കാർ ഇതുപോലെ കാവടി ഘോഷയാത്രയായിട്ട് പോകുന്നത് നമുക്ക് വഴിനീളെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 7:30-8 മണി ആവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേന് റോഡെല്ലാം വിജനമാണ്. ഏകദേശം നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ കാലാവസ്ഥയും അതേപോലത്തെ ഭക്ഷണ രീതികളും ഒക്കെ തന്നെയാണ് ഒറീസയിലും കാണാൻ കഴിഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാനാണ് എല്ലാവരും തീരുമാനമെടുത്തത്. അങ്ങനെ നല്ലൊരു ഹോട്ടൽ കാണുന്നിടത്ത് നിർത്തണമെന്ന് നമ്മൾ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പുരിയിലെത്തിയതിന് ശേഷം നല്ലൊരു ഹോട്ടലിൽ എത്തിച്ചേർക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിലുള്ള നല്ലൊരു ഹോട്ടലിലാണ് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു. നല്ല വൃത്തിയും എല്ലാം ഉള്ളൊരു ഹോട്ടലായിരുന്നു. അതുപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണമൊക്കെ അവിടെ കിട്ടുമായിരുന്നു. എല്ലാ സൗത്ത് ഇന്ത്യൻ ഭക്ഷണം, ദോശ, ഇഡലി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വാങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. തലേ ദിവസം ട്രെയിനിൽ വെച്ച് നല്ല ആഹാരമൊന്നും അധികം കഴിക്കാഞ്ഞതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. കൂടുതൽ പേരും മസാല ദോശയാണ് വാങ്ങിയത്. നമ്മുടെ അരി കൊണ്ടുള്ള ആഹാരങ്ങളൊക്കെ തന്നെയാണ് ഒറീസയിലും ധാരാളം ആൾക്കാർ കഴിക്കുന്നത്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ളൊരു ബീച്ചാണിത്. ഇത് ചന്ദ്രഭാഗ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് ഭക്തജനങ്ങൾ ഇതേപോലെ കാവടി ഘോഷയാത്രയായിട്ട് പോകുന്നത് കാണാമായിരുന്നു. നമ്മളെപ്പോഴും പോകുമ്പോഴും ഈ ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വളരെ വലിയൊരു ബീച്ചാണ്. അതുപോലെ നല്ല തിരക്കുള്ള ഒരു ബീച്ചാണിത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയോടുകൂടി 8-8:30 മണിയോടുകൂടി നമ്മുടെ ലോഡ്ജിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഞങ്ങൾ രാവിലെ കുറേ അമ്പലങ്ങളിൽ ഫ്രഷ് ആയതിന് ശേഷം എല്ലാവരും രാവിലെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അന്നേരം പോയ അമ്പലങ്ങളുടെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഇത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഞങ്ങൾ പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇവിടെയും മൊബൈലോ യാതൊരുവിധ ഇലക്ട്രോണിക് സാധനങ്ങളും നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനെ വെളിയിലൂടെയുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇതാണ് പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രം.
ഇതിൻ്റെ ഉള്ളിലേക്ക് യാതൊരുവിധ ഇലക്ട്രോണിക് സാധനങ്ങളോ ബാഗോ കുട ഒന്നും കൊണ്ട് കയറാൻ പറ്റില്ല. അന്നേരത്തിന് അതെല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എങ്കിലും വെളിയിൽ നിന്നുള്ള ഒരു വീഡിയോകളാണ് ഈ കാണുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഉള്ളിൽ ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പണ്ഡിറ്റിനെ നമ്മൾ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം നമുക്ക് ഉള്ളിൽ കടക്കാനും ഭഗവാനെ കണ്ട് നന്നായിട്ട് തൊഴുവാനും എല്ലാം കഴിഞ്ഞു. അതേപോലെ ഭഗവാന്റെ മഹാപ്രസാദമൂട്ടും എല്ലാം കണ്ട് തൊഴാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കാനും കഴിഞ്ഞു. മഹാപ്രസാദമൂട്ട് കഴിക്കാനും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ വെളിയിൽ നിന്നുള്ള ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ വലിയൊരു ക്ഷേത്രമാണ് പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾ എല്ലാം മൊബൈലെല്ലാം കൊണ്ടുപോയി ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് പോയത്. എല്ലാ ദിവസവും ഇവിടെ കൊടി മാറുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സന്ധ്യയോടുകൂടിയാണ് പുറത്തിറങ്ങിയത്. സന്ധ്യയ്ക്ക് പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന കാഴ്ചയാണിത്. കുറേ വീഡിയോകളൊക്കെ ഞാൻ അവിടെ വെളിയിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം ഞങ്ങൾ പോയിട്ട് പുറത്തു നിന്നുള്ള നല്ല വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇന്ന് അങ്ങനെ പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രം മറ്റ് ചെറിയ ചെറിയ കുറച്ച് അമ്പലങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ രാത്രിയിൽ 9 മണിയോടുകൂടി റൂമിൽ എത്തിച്ചേർന്നു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. നല്ല വൃത്തിയൊക്കെയുള്ള നല്ലൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ ഇന്നത്തെ കുറേ കാഴ്ചകളും വീഡിയോകളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളെ മുതൽ പിറ്റേ ദിവസം മുതൽ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാനൊരു മറ്റൊരു വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇത് അവിടുത്തെ തെരുവ്, ഇപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിന് മുൻവശത്തുള്ള തെരുവാണ്. ഇതിലൂടെ നടന്ന് കുറച്ച് ദൂരം, ഒരു 200 മീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക്. നടന്നു പോകാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയതിന് ശേഷം തിരിച്ചു വന്നു. റൂമിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം പിറ്റേ ദിവസം ബാക്കി കാഴ്ചകളൊക്കെ കാണുന്നതിനായിട്ട് പോയി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നാളത്തെ വീഡിയോയിൽ മറ്റ് കാഴ്ചകളും അന്ന് കണ്ട കാഴ്ചകളെല്ലാം കൂടെ ചേർത്തിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ നാളെ മറ്റു കാഴ്ചകളുമായിട്ട് കാണാം. ബൈ.